വൈദ്യുതി ലൈനിൽ നിന്നും പന്നിക്ക് വച്ച കെണിയിൽ അകപ്പെട്ട വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. വാണിയംകുളം പനിയൂർ സ്വദേശിനിയായ മാലതിക്കാണ് പരിക്കേറ്റത്. മാലതിയുടെ മകൻ പ്രേംകുമാറാണോ പന്നിക്കെണി സ്ഥാപിച്ചത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഇവരുടെ പരിക്ക് എങ്ങനെയാണ്? ഈ മകനാണോ വെച്ചതെന്നുള്ള സംശയം അതിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നുണ്ടോ? ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. മാലതിയുടെ ഇടതു കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കൈവിരലെല്ലാം അറ്റുതൂങ്ങിയ അവസ്ഥയിലാണ് ഇത് മാലതി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാലതിയെ ഇപ്പോൾ അടുത്തുള്ള ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സംഭവം പുറത്തറിയുന്നത് മാലതിയുടെ തന്നെ ബന്ധു പാൽ സൊസൈറ്റിയിൽ കൊടുക്കുന്നതിനായി സൊസൈറ്റിയിലേക്ക് പോകും വഴിയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി കമ്പിയിൽ നിന്നും പന്നിക്ക് വച്ച വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് മാലതി കിടക്കുന്ന വിവരം കാണുന്നത്. തുടർന്ന് നാട്ടുകാരെ അറിയിച്ച് വൈദ്യുതി ലൈൻ ഓഫ് ചെയ്ത ശേഷമാണ് മാലതിയെ എടുത്ത് ആശുപത്രിയിലോട്ടും മറ്റും കൊണ്ടുപോയത്. ഇപ്പോൾ പ്രാഥമികമായി പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഈ മാലതിയുടെ മകന് ഇത്തരത്തിൽ പന്നിക്കെണി വയ്ക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു, വയ്ക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ പ്രദേശവാസികളെല്ലാം പറയുന്നത്. അപ്പോൾ ഈ വച്ച കെണിയിൽ തന്നെ ആകാം മാലതി അകപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇത് പ്രകാരം തന്നെ മകൻ പ്രേംകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് വാണിയംകുളങ്ങര ഭാഗത്ത് ധാരാളമായി കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ അടക്കം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഇത്തരം മേഖലകളിൽ വൈദ്യുതി കെണിയെല്ലാം വയ്ക്കുന്നതും പതിവാണ് എന്നും ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും മാലതി ഇപ്പോൾ ആശുപത്രിയിലാണ്. മാലതിയുടെ മകനെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ശരിയാണ്. നിലമ്പൂരിൽ ഒരു 15-കാരൻ മരിച്ചത് ഇതേപോലെ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റായിരുന്നു. അതിൻ്റെ ഒരു ഞെട്ടൽ മാറിയിട്ടില്ല. അതിനു മുൻപാണ് മറ്റൊരു സംഭവം. അത് മകൻ തന്നെ വച്ച ഒരു കെണിയിൽ അമ്മ അകപ്പെട്ടു പോയി എന്നത് മറ്റൊരു സങ്കടകരമായ കാര്യമായിരിക്കുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.